ചിപ്പി വാങ്ങിക്കാൻ വന്നതാണ്. നമുക്ക് ആ വഴിയിലോട്ട് പോയി നോക്കാം ഉണ്ടോന്ന്. ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല, എന്തായാലും നോക്കാം. ഇത് ആർക്കും അറിയില്ല, ഇതൊരു ഉടായ്പ വഴിയാണ്, ഇതിലെ പോവാ. ഈ വിജനമായ ഇടവഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇത് നിഗൂഢതകൾ നിറഞ്ഞ ഒരു തുരങ്കമാണ്. അടിപൊളി ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഒരു കുത്തിറക്കം കൂടെ ഉണ്ട്, സൂക്ഷിച്ചിറങ്ങി വീണ് പല്ല് പോകും. നമ്മളിപ്പോൾ ചിപ്പി എടുക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ട് പോകണ്ടിരിക്കുക, അവരോട് ചോദിക്കാം. തന്നെയല്ലേ ഒരു വിളക്ക്. ഈ പാറപ്പുറത്ത് കറുപ്പ് നിറത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ് ചിപ്പി. ഇത് വളർന്നു വരുന്ന ചിപ്പികളാണ്, എടുക്കാറൊന്നും ആയില്ല, കുഞ്ഞു ചിപ്പികളാണ്. ഇത് വളർന്ന് വലുതാകുമ്പോൾ ഉളി കൊണ്ടാണ് ചെത്തിയെടുക്കുന്നത്. അങ്ങനെ എല്ലാ ബീച്ചുകളിലും ചിപ്പി കിട്ടാറില്ല. ഇങ്ങനെ പാറക്കൂട്ടങ്ങൾ ഒരുപാടുള്ള സ്ഥലങ്ങളിലാണ് ചിപ്പി വളരുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഷെൽസൊക്കെ ഈ കടൽക്കരയിൽ കാണാൻ സാധിക്കും. ഈ കാണുന്നത് ആഴിമല ബീച്ചാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആരെയും ആകർഷിക്കുന്നതാണ്. ഒരുപാട് കൈതമരങ്ങളുടെ കൂട്ടം ഈ ബീച്ചിൽ കാണാൻ സാധിക്കും. ഈ കൈതമരത്തിലുള്ള കൈതച്ചക്കയാണ് കേട്ടോ ഇത്. ഇതുകൊണ്ട് എന്ത് ഉപയോഗമെന്നറിയില്ല, എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇത്രയും നല്ല ഒരു അടിപൊളി സ്പേസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് വന്നാൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു തണുപ്പൊക്കെ ഉള്ളൊരു പ്രത്യേക ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു വൈബ് പ്രത്യേക ഒരു വൈബാണ്. കണ്ടില്ലേ? അടിപൊളി അടിപൊളി ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു കുഞ്ഞു ചിപ്പി കിട്ടിയിട്ടുണ്ട്. ഈ പാറയിൽ നിന്ന് കിട്ടിയതാണ്. വലിയ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ പാറയുടെ മുകളിൽ കയറി അക്കരയ്ക്കെത്തണം. അക്കരയാണ് ചിപ്പിയുടെ വെള്ളം അടുപ്പിക്കാറ്. സത്യത്തിൽ ഇവിടെ വന്ന് ചിപ്പി വാങ്ങാൻ പാടാണ്. എന്നാലും നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും മാർക്കറ്റിൽ പോയാണ് വാങ്ങുന്നത്. ഇവിടെ നിന്ന് വാങ്ങുന്നതും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും ഒരുപോലെയാണ്. പിന്നെ എങ്ങനെയാണ് ചിപ്പി പിടിച്ചു കൊണ്ടുവരുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇതൊക്കെ ഒറ്റ കല്ലിൽ, ഒരു മാർബിളിൻ്റെ കല്ലിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല ഡിസൈൻ പെട്ട സാധനങ്ങളാണ്, വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. അത് തന്നെ കേട്ടോ, വിട്ടുന്ന പൊട്ടും അത്രയ്ക്ക് ഭംഗിയോടുകൂടി ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അക്കരെ ചെന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ചിപ്പി വാങ്ങാനായിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് അച്ഛനും മകനും. ആ കാണുന്ന മരത്തടി കൊണ്ട് നിർമ്മിച്ച വള്ളത്തിലാണ് ചിപ്പി പിടിക്കാൻ പോകുന്നത്. വെള്ളത്തിൽ ചിപ്പി ഉണ്ടോ എന്നറിയില്ല, എന്നാലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെള്ളം കരയ്ക്ക് അടുപ്പിക്കണമെങ്കിൽ കയറിട്ട് കൊടുക്കണം. അതിനായിട്ടാണ് ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കയറിൽ കെട്ടി കരയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് മീനാണെന്നാണ് തോന്നുന്നത്. ചിപ്പി ഇന്ന് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്ത് മീനാണെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ചിപ്പി കിട്ടിയിട്ടില്ല, മീനാണ് കിട്ടിയിട്ടുള്ളത്. മീനിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഈ മീനൊക്കെ റിസോർട്ടിലാണ് അവർ കൊടുക്കുന്നത്. നമ്മൾ കരുതുന്നത് പോലെ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല ഈ ചിപ്പി പിടിക്കാൻ പോകുന്നത്. ആഴക്കടലിൽ മുങ്ങിത്തപ്പിയാണ് അവർ ചിപ്പി എടുത്തുകൊണ്ട് വരുന്നത്. മീൻ കൊണ്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചിപ്പി എടുക്കാൻ പോവുകയാണ്. ഒരാളിങ്ങനെ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ വള്ളം പോയി തിരിച്ചു വരുമ്പോൾ നല്ല സമയം പിടിക്കും. അതുകൊണ്ട് മാർക്കറ്റിൽ വന്ന് ചിപ്പി വാങ്ങിയിട്ട് വരികയും ചെയ്തു.